Hi there, I'm Rani. Welcome to my YouTube channel, Lesson Apply. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇപ്പം സ്റ്റേറ്റ് CBSE ICSE എല്ലാ സിലബസിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. അത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അത് തന്നെയും കുട്ടികൾക്ക് വളരെ ഡിഫിക്കൽട്ടാണ് ഇത് ചെയ്യാൻ. എന്തുകൊണ്ടാണ് അത് ഡിഫിക്കൽട്ടാകുന്നതെന്ന് വെച്ചാൽ അതിന് കുറച്ച് കോംപ്ലക്സ് ഗ്രാമർ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ലൈക്ക് ടെൻസ് ചേഞ്ചസ് ഉണ്ട്, അതിൽ പ്രോനൗൺ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ ആഡ്വർബിയൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യേണ്ടി വരുമ്പം ഇതിനകത്ത് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിനകത്ത് നമ്മൾ ടെൻസ് ചേഞ്ച് അറിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നാൽ ടെൻസ് ചേഞ്ചിനെ പറ്റി ബോധേഡാകാതെ ടെൻസ് ചേഞ്ചിനെ പറ്റി ഒട്ടും തന്നെ വെറി ചെയ്യാതെ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിഡ് വെച്ച് ഏത് ക്വസ്റ്റ്യൻ വന്നാട്ടെ, ഇപ്പോൾ അത് സ്റ്റേറ്റിനൊരു രീതിയാണ്, സ്റ്റേറ്റിലെ സിലബസുകാർക്ക് ചോദിക്കുന്ന ഒരു രീതിയാണ്, ICSEക്ക് വേറെ രീതിയാണ്, CBSEക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റാണ്. അപ്പോൾ എന്നിരുന്നാലും കോൺസെപ്റ്റ് ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടിയാലും എങ്ങനെയായാലും നമുക്കത് ചെയ്യാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് അതിൽ ഇപ്പോൾ ഡിഡ് വെച്ച് ഏത് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഹൗ ആയാലും വാട്ട്, വിച്ച്, വെയർ, വെൻ, ഹൂ, അല്ലെ ഹൗ, ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നിരുന്നാലും ഡിഡ് വെച്ചാണോ വരുന്നത് അതിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയെന്നാണ് വളരെ ഈസിയസ്റ്റ് മെത്തേഡിലാണ് ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നേരെ ലെസണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും ഡിഡ് ആണോ അതിനെയാണ് നമ്മൾ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്നാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്ക് വാട്ട്, വിച്ച്, വെയർ, വെൻ, ഹൗ ഓർ ഹൂ, ഇങ്ങനെ സോ മെനി ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്കുണ്ട്. ഇതിലേത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും ഓക്കെ, അത് ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും നമ്മൾ ഡിഡ് ആണോ ഉള്ളത് അതിനെ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്നാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഒരു വളരെ എക്സ്ക്ലൂസീവ് ലെസണാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതായിരിക്കും പാറ്റേൺ: വാട്ട്, വിച്ച്, വെയർ, വെൻ, ഹൂ ഓർ ഹൗ പ്ലസ് ഡിഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഡ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് V1 കാണും ഇല്ലേ. ഇപ്പം നമുക്കിതൊരു ഫോർമുല പോലെ പഠിക്കാം വളരെ ഈസി ആയിട്ട്. ഡിഡ് പ്ലസ് V1 വന്നാൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തായിരിക്കും, അത് ഹാഡ് പ്ലസ് V3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അടുത്ത പഠിക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുക. ഡിഡ് വന്നാൽ എന്തായാലും ഇവിടെ V1 ഉണ്ടാവും. സോ ഡിഡ് വന്നോ ഹാഡ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് നോർമലി ആസ്ക്ഡ്. ഫോർമൽ സിറ്റുവേഷൻ ഇറ്റ് ക്യാൻ ബി എൻക്വയർഡ്. ഒരു ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സമ്മൺ എൻക്വയർഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോർമലി നമുക്ക് ആസ്ക്ഡ് എന്ന് പറയും. ഇനി ഇതിനകത്ത് നമുക്ക് ആഡ്വർബിയൽ ചേഞ്ചസ് ആയിട്ട് പാസ്റ്റ് ആയതുകൊണ്ട് വരാവുന്നത് യെസ്റ്റർഡേ വരാം, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, അല്ലെ ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ വരെ, അല്ലെ ലാസ്റ്റ് ഇയർ, ഇങ്ങനെയൊക്കെ വരെ. അപ്പം നമ്മൾ യെസ്റ്റർഡേ വന്നാൽ നമ്മളത് പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ചേഞ്ച്, ദ ഡേ ബിഫോർ. ലാസ്റ്റ് വീക്ക് ഓർ മന്ത്, ദ പ്രീവിയസ് വീക്ക് ഓർ മന്ത്, അല്ലെങ്കിൽ ഇതാണ് ദ വീക്ക് ബിഫോർ അല്ല ദ മന്ത് ബിഫോർ, ഇങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മിക്ക കുട്ടികളും മിസ്റ്റേക്ക് വരുത്തുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും അതിനൊരു ക്വസ്റ്റ്യൻ ഫോമിലോട്ടാക്കരുത്. അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ടാക്കണം. അപ്പോൾ എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഫോം? സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് വരണം, പിന്നെ വെർബ് അല്ല. എന്നാൽ ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിൽ എന്ത് വരും? വെർബായിരിക്കും ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. ഐ ഹെൽപ്ഡ് ഹിം. ഒരു സിമ്പിൾ സെൻറ്റൻസ്, ഐ ഹെൽപ്ഡ് ഹിം. അപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡിഡ്, അതായത് ഇതിനകത്തൊന്ന് ഡിഡ് വരും. ഈ ഹെൽപ്ഡ് എന്ന് പറഞ്ഞാൽ ഡിഡ്
ഐ. കണ്ടോ, ഈ പറഞ്ഞ പോലെ വെർബ് ആദ്യം വന്നിട്ട് സബ്ജക്റ്റ് രണ്ടാമതാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കെപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോം, അതായത് സബ്ജക്റ്റ് പിന്നെ വെർബ് ഫോമിൽ വരണം. അപ്പം ഡിഡ് ഐ ഹെൽപ്പ് ഹിം, ഇതായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? സബ്ജക്റ്റ് വെർബ് ഫോം, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ടാക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഡിഡ് വരുന്നതിൻ്റെ കൂടെ എന്തായാലും V1 ആണ് വരിക. സോ ഡിഡ് വന്നാൽ ഹാഡ് പ്ലസ് V3 ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുല. ഓക്കെ, അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കാം. ജോൺ സെഡ് ടു മീ വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ. അപ്പോൾ ജോൺ എന്നോടാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സെഡ് ടു എന്നൊക്കെ കാണും. അത് കണ്ടോടനെ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതാൻ പോകരുത്. ബിക്കോസ് ഇതൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ്? ആസ്ക്ഡ്. അപ്പോൾ നമുക്ക് എഴുതാം ജോൺ ആസ്ക്ഡ് മീ. ഇപ്പോൾ ഇവിടെ ഒരു കണക്റ്റിംഗ് വേർഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്. അപ്പോൾ അതെടുത്ത് എഴുതി കൊടുക്കുക, വെയർ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ ഹാഡ് എഴുതരുത്. വെയർ ഹാഡ്, അതായത് ഡിഡ്, ഇതൊരു ക്വസ്റ്റ്യൻ ഫോമാണ്. ഡിഡ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് നിൽക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് എന്ത് വരണം? ഇവിടെ സബ്ജക്റ്റ് വരണം. അപ്പം ജോൺ എന്നോടല്ലേ ചോദിച്ചേ, അപ്പോൾ ആരാ സബ്ജക്റ്റ്? നമ്മൾ ആരെ ആക്കി കൊടുക്കേണ്ടത്? എന്നോടാണ് ചോദിക്കുന്നത്. അപ്പം വെയർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ, അപ്പം ഞാനാണ് പോയെന്നാണ്. അപ്പം വെയർ ഐ. അപ്പം നമുക്ക് വേണ്ടത് ഡിഡ് പ്ലസ് ഗോ വന്നാൽ നമുക്ക് എന്താ വേണ്ടത്? ഡിഡ് പ്ലസ് V1 വന്നാൽ പഠിച്ചു വെച്ചു ഹാഡ് പ്ലസ് V3. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ ഹാഡ് പ്ലസ് V3 ഫോം നോക്കിക്കോ, ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജോൺ ആസ്ക്ഡ് മീ വെയർ, ഇങ്ങനെ കൊടുക്കും. ഡിഡിന് നമ്മൾ ഹാഡ് കൊടുത്തു. ഓക്കെ, വെയർ ഐ ഹാഡ്. ഇനി ഗോയുടെ V3 ഫോം, V1 V2 V3 അതറിയണം. അതറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗോയുടെ എന്താണ്? ഗോ വെൻറ്റ്, ഗോൺ. ശരിയല്ലേ? സോ വെയർ ഐ ഹാഡ് ഗോൺ. ഇനി നമുക്ക് യെസ്റ്റർഡേക്ക് എന്താണെന്നാ പറഞ്ഞത്? ദ പ്രീവിയസ് ഡേ അല്ലേ? ഇനി നിങ്ങൾ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്ക് ഇവിടെയാണ്. എങ്ങനെ എഴുതും? വെയർ ഹാഡ് ഐ ഗോൺ. ഇങ്ങനെ എഴുതി എന്ത് പറ്റും? ഇത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് പോകും. അവിടെയാണ് മിസ്റ്റേക്ക് മെയിനായിട്ട് വരുത്തുന്നത്. ഇതിങ്ങനെ അങ്ങോട്ടാക്കി കൊടുക്കണം. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞോ നമ്മൾ സബ്ജക്റ്റ് എടുത്ത് എഴുതി കൊടുക്കും. പിന്നെ നമുക്ക് ഹാഡ് പ്ലസ് V3. ഹാഡ് കഴിഞ്ഞാൽ ഈ വെർബിൻ്റെ V3. പിന്നെ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് യെസ്റ്റർഡേക്ക് ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ, ഏത് വേണമെങ്കിലും കൊടുക്കാം. ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊരിക്കലും ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ഈ കോമ, ഈ സ്പീച്ച് മാർക്കേഴ്സ് ഒന്നും പിന്നീട് ആവശ്യമില്ല. ഇതാണ് എൻ്റെ കറക്റ്റ് ഫോം. ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രവി സെഡ് ടു മോഹൻ. അപ്പോൾ രവി ആരോടാ ചോദിക്കുന്നത്? അല്ലെ ആരോടാ പറയുന്നത്? മോഹനോട്. ഹൗ ഡിഡ് യു സോൾവ് ദ പ്രോബ്ലം? ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ആണ്. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും നമുക്ക് വിഷയമല്ല. ഡിഡ് കഴിഞ്ഞ് വരുന്ന വെർബുണ്ടോ? V1 ആയിരിക്കും. സോ നമുക്ക് എന്തായിരിക്കും അത്? ഹാഡ് പ്ലസ് V3, അതായത് ഹാഡ് V3 ആണ്. അപ്പോൾ ഡിഡ് സോൾവ് V1, സോൾവ്ഡ് V2, സോൾവ്ഡ് തന്നെ V3. ഓക്കെ, സോ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. സോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളെങ്ങനെ എഴുതും? രവി, നിങ്ങൾ ആൻസർ പറഞ്ഞു നോക്കിക്കോ. രവി ആസ്ക്ഡ് മോഹൻ. കഴിഞ്ഞ തവണ നമുക്ക് കണക്റ്റിംഗ് വേർഡ് എന്ത് തന്നെയാണ്? ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ. ഇത് കഴിഞ്ഞ ഉടനെ ഹൗ ഹാഡ് എന്ന് വന്നാൽ അതെന്താവും? ക്വസ്റ്റ്യൻ ആവും. അങ്ങനെ വരരുത്. രവി മോഹനോടാണ് ചോദിച്ചത്. സോ മോഹൻ ഇതാണ് ഒരു മെയിൽ ജെൻഡറാണ്. സോ മോഹന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? രവി ആസ്ക്ഡ് മോഹൻ എന്ന് കൊടുത്തു കഴിഞ്ഞു. വീണ്ടും മോഹനെന്ന് വേണ്ട, നമുക്ക് ഹി എന്ന് മതി. അപ്പോൾ രവി ആസ്ക്ഡ് മോഹൻ ഹൗ കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് കൊടുക്കുക. ഹൗ ഹി
ഹാഡ്. ഹൗ ഹാഡ് ഹി എന്ന് വരുന്നതാണ് തെറ്റായിട്ട് വരുന്നത്, അത് നിങ്ങൾ ചെയ്യരുത്. ഹൗ ഹി ഹാഡ് സോൾവ് ദ പ്രോബ്ലം. എളുപ്പമായില്ലേ? ഇനി ഡിഡ് വന്നാൽ നമുക്കിനി തെറ്റത്തേ ഇല്ല. ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ ഇത് ചുമ്മാ ICSEക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. CBSEക്കും സ്റ്റേറ്റിനും ഒരു കോൺവെർസേഷൻ മോഡലായിരിക്കും അവർ തരുന്നത്. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു പാർട്ടാണോ നിങ്ങൾക്കുള്ളത്, ഡിഡ് വരുന്നൊരു ക്വസ്റ്റ്യൻ അത് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയും. CBSEക്കും സ്റ്റേറ്റിനും ഒക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എഴുതേണ്ടത്. അവർ ഈ വരെ ഭാഗങ്ങൾ വരെയും അവരെന്ത് ചെയ്തിരിക്കും, തന്നിരിക്കും, എക്സ്പ്ലനേഷനോടുകൂടി തന്നിരിക്കും. നമുക്ക് ഇത്രയും മാത്രമായിരിക്കും. ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ദി ആൻസർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. ഡിഡ് വന്ന് ഏത് ക്വസ്റ്റ്യൻ ഉണ്ടോ നമ്മൾ ഓർക്കണം ഹാഡ് പ്ലസ് V3 ആണ്. സോ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടൻ തന്നെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡാണ് ലിങ്കിങ് വേർഡായിട്ട് വരുന്നത്, അത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ്, ആരോട് ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഏതാണോ സബ്ജക്റ്റ് പ്രോനൗൺ വരേണ്ടത് അതവിടെ എഴുതി കൊടുക്കുക. ദെൻ ഹാഡ് പ്ലസ് V3, ആൻസർ ഡെഫിനറ്റായിട്ടും കറക്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എമ്മ, വാട്ട് ഡിഡ് യു ബ്രിങ് ടു ദ പിക്നിക്? എറിൻ, ഐ ബോട്ട് സാൻഡ്വിച്ചസ് ആൻഡ് ജ്യൂസ്. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഇവർ തമ്മിലുള്ള കോൺവെർസേഷനാണിത്, ഇങ്ങനെ കാണും അല്ലേ? അപ്പോൾ ഈ എമ്മ ചോദിച്ച ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുക, അതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് എമ്മ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? എറിനോടാണ് ചോദിക്കുന്നത്. അപ്പം എമ്മ, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ കാണും, ചിലപ്പം ഇല്ലാതെയും വരാം. എമ്മ ആസ്ക്ഡ് എറിൻ. ഇവിടെ നമ്മുടെ കണക്റ്റിംഗ് വേർഡ് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്. സോ വാട്ട് ഡിഡ് കഴിഞ്ഞാൽ V1, ഉടനെ V3 കണ്ടുപിടിക്കുക. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. ബ്രിങ് V1, ബ്രോട്ട് V2, വീണ്ടും ബ്രോട്ട് V3 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വോട്ട് കഴിഞ്ഞ ഉടനെ എമ്മ ആരോടാണ് ചോദിച്ചാൽ? എറിനോടാണ് ചോദിച്ചത്. അപ്പോൾ എറിൻ ഒരു ഫീമെയിൽ ജെൻഡറാണ്, ഗേൾ ആണ് അല്ലേ? സോ നമുക്ക് ഏത് സബ്ജക്റ്റ് പ്രോനൗൺ കൊടുക്കാം? ഷീ. അപ്പോൾ വോട്ട് ഷീ, വോട്ട് ഹാഡെന്ന് വരാൻ പാടില്ല. സോ വോട്ട് ഷീ ഹാഡ്, സബ്ജക്റ്റ് പ്രോനൗൺ കഴിഞ്ഞിട്ട് വോട്ട് ഷീ ഹാഡ് ബ്രോട്ട് ടു ദ പിക്നിക്. കറക്റ്റ് ആൻസർ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്ജക്റ്റ് പ്രോനൗൺ കൊടുക്കാൻ നോക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാഡ് കൊടുക്കരുത്, അതായത് ഹാഡ് ഷീ ബ്രോട്ട് എന്ന് വരരുത്, ശ്രദ്ധിക്കണം. അപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ ഒരു കോൺവെർസേഷൻ വന്നാൽ ഡിഡ് വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നോട്ടെ നിങ്ങൾ ഓർക്കുക ഹാഡ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ ഈ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഐ വിൽ ഗീവ് സം ക്വസ്റ്റ്യൻസ് ഫോർ യു ടു വർക്ക് ഔട്ട്, അത് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് കോൺവെർസേഷൻ മോഡലുള്ളതും, അതായത് CBSE സ്റ്റേറ്റ് സിലബസുകാർക്കുള്ളത്. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാനായിരിക്കും പറയുന്നത്. നിങ്ങൾ ഇത് നോക്കണ്ട, ഇത് ചെയ്യേണ്ട. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ, അതായത് ഡിഡ് വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്ത് ആൻസർ എഴുതുക. പിന്നെ ICSEക്ക് വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. സോ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ചെയ്യും. ഇത് 2 ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസണുമായിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.